ഒരു IPS ഓഫീസർക്കെതിരെയുള്ള എൻക്വയറി പോലും പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇത്രയും സീരിയസ് ആയ ഒഫൻസ് ഉള്ള അദ്ദേഹത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ്. അന്വേഷണം പൂർത്തീകരിക്കാതെ. ആകെ പറയുന്ന ന്യായം എന്താ? 6 മാസത്തേക്കായിരുന്നു സസ്പെൻഡ് ചെയ്തത്. 6 മാസം സസ്പെൻഷൻ ആ ഡേറ്റ് ആയി എന്നാണ്. സാധാരണ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ പ്രത്യേകിച്ചും ആ സസ്പെൻഷൻ കാലാവധി അന്വേഷണം പൂർത്തിയായിട്ടില്ലെങ്കിൽ നീട്ടുകയാണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇന്ന് വരെ കണ്ട എല്ലാ കേസുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ സസ്പെൻഡ് ചെയ്തിരുന്ന 6 മാസത്തേക്കാണ്. വളരെ ബാലിശമായ ഒരു ന്യായമാണ് സർക്കാർ പറയുന്നത്. അന്വേഷണം വരട്ടെ, പിന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്തിരുന്നത്? പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നത്? അതിന് സർക്കാരിന് മറുപടിയില്ല. അപ്പോ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം, പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. വളരെ പച്ചയായി 2 ആഴ്ച മുമ്പാണ് AK ബാലൻ RSSും BJP ഒന്നും ഫാസിസ്റ്റ് അല്ല എന്നുള്ള ഒരു ചെറിയ അഴകുഴവൻ നിലപാടെടുക്കുന്നു. അത് വലിയ ചർച്ചയായി. അപ്പൊ ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ 3 ദിവസം മുമ്പ് വളരെ ക്ലിയർ കട്ടായി മുഖ്യമന്ത്രിയുടെ ലേഖനം വരുന്നു, പാർട്ടി സെക്രട്ടറി അടിവരയിടുന്നു. എന്താ പറയുന്നത്? ഇന്ത്യയിലെ RSSും BJPയും മോഡിയും ഒന്നും ഫാസിസ്റ്റ് അല്ല, അവരൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന അഭിപ്രായം CPMനോ കേരളത്തിലെ ഗവൺമെന്റിനോ ഇല്ല എന്ന് പറയുന്നിടത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയം തിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ പരിപൂർണമായും കൈവിടുന്ന അവസ്ഥയിലേക്ക് CPM പോവുകയാണ്. ഇപ്പോ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു വോട്ടും പ്രതീക്ഷിക്കേണ്ട എന്ന് പല ഘട്ടങ്ങളിലായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ CPM വിലയിരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇനി RSSനെയും BJPയെയും അവരോട് ഒരു നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് CPMന് നഷ്ടപ്പെട്ട വോട്ടുകൾ RSSലേക്കും BJPയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയ വോട്ടിനെ, ഹൈന്ദവ വോട്ടിനെ തിരിച്ചെടുക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായി പച്ചയായി പ്രവർത്തിക്കാൻ ഉള്ള സമ്മാനമായിട്ട് വേണമെങ്കിൽ സുജിത് ദാസിന്റെ ഇന്നത്തെ ഈ തിരിച്ചെടുക്കലിനെ നമുക്ക് കാണാം. മലപ്പുറം ജില്ല, നമ്മൾ ഇരിക്കുന്ന ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3.5 വർഷക്കാലം ഈ ജില്ലയെ കുട്ടിച്ചോറാക്കിയ IPS ഓഫീസറാണ് സുജിത് ദാസ്. നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, സുജിത് ദാസിനെ ഇന്ന് തിരിച്ചെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു ഓർഡർ കൂടി വന്നിരിക്കുകയാണ്. താമർ ജിഫ്രി കേസിൽ CBI പ്രതികളാക്കിയ ആ കേസിലുണ്ടായിരുന്ന താമർ ജിഫ്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന, താമർ ജിഫ്രിക്ക് പീഡനത്തിന് ഇരയാക്കിയവർ എന്ന പേരിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 4 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഇതിന് കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. താമർ ജിഫ്രി കേസ് എവിടെയും എത്തിയിട്ടില്ല. CBI അന്വേഷണം അതിന്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് താമർ ജിഫ്രി കേസിലെ ഈ 4 പ്രതികളായിരുന്ന പോലീസുകാരെയും ഈ സുജിത് ദാസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ തൊട്ടൊപ്പം മറ്റൊരു ഓർഡർ ആയിക്കൊണ്ട് ഇന്ന് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് പുറത്തു വന്നിട്ടില്ല. അപ്പോ കേരളത്തിലൊട്ടാകെ ഞാൻ ഈ പറഞ്ഞു വരുന്ന രീതിയിൽ പോലീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന RSS വൽക്കരണത്തിന്റെ ഈ തൃശൂർ പൂരം കലക്കിയതുൾപ്പെടെ ഞാൻ പറഞ്ഞ ഓരോന്നും ഇവിടെ വ്യക്തമായി വരികയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പരിപൂർണമായും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് ആ ഫാസിസത്തിന്റെ ഭാഗമായി മാറുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ സുജിത് ദാസിന്റെ തിരിച്ചെടുക്കലും അതുപോലെ തന്നെ താമർ ജിഫ്രി കേസിലെ 4 പോലീസുകാരുടെ തിരിച്ചെടുപ്പും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.